പെന്തക്കോസ്ത് വിശ്വാസം കാനഡയിലേക്ക്. അസൂസ തെരുവ് ഉണർവിനോട് അനുബന്ധിച്ച് കാനഡയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരപ്പെടുകയുണ്ടായി. കാനഡയിൽ പെന്തക്കോസ്ത് സന്ദേശം ആദ്യമായി എത്തിക്കുന്നത് ചാൾസ് പെർഹാമാണ്. ഇദ്ദേഹമാണ് ടൊപ്പക്കായിലെ ബെഥേൽ ബൈബിൾ സ്കൂളിൻ്റെ സ്ഥാപകനായിരുന്നത്. അമേരിക്കയിൽ ആരംഭിച്ച പരിശുദ്ധാത്മ നിറവിനെപ്പറ്റി കേട്ടതായ ചിലർ കാനഡയിലുള്ള ഒൻറ്റേരിയോ സ്റ്റേറ്റിൽ ടൊറൻറ്റോ പട്ടണത്തിൽ മീറ്റിംഗ് നടത്തുന്നതിനായി ചാൾസ് പെർഹാമിനെ ക്ഷണിച്ചു. ആരംഭ ദിവസങ്ങളിൽ തന്നെ വലിയ ജനക്കൂട്ടങ്ങൾ ഈ പുതിയ ആത്മീയാനുഭവത്തെക്കുറിച്ച് കേൾക്കുവാൻ കടന്നു വന്നു. 3 ആഴ്ചയോളം തുടർച്ചയായി മീറ്റിങ്ങുകൾ നീണ്ടുനിന്നു. പല പട്ടണങ്ങളിൽ നിന്നായി കടന്നു വന്നവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ശക്തിയോടെ തിരിച്ച് തങ്ങളുടെ പട്ടണങ്ങളിലേക്കും സഭകളിലേക്കും പോയി പെന്തക്കോസ്ത് ഉപദേശം പ്രചരിപ്പിച്ചു. 1909 ആയപ്പോഴേക്കും കാനഡയുടെ മിക്ക പട്ടണങ്ങളിലും ചെറിയ പെന്തക്കോസ്ത് കൂടിവരവുകൾ രൂപീകരിക്കപ്പെട്ടിരുന്നു. ഇക്കാലത്ത് തന്നെ അവിടെയുള്ള സഭകൾ ചേർത്ത് ഒരു പൊതുസംഘടനാ സംവിധാനം ഉണ്ടാക്കുവാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും 1919 വരെ അത് യാഥാർത്ഥ്യമായില്ല. 1919 മെയ്യിൽ പെന്തക്കോസ്റ്റൽ അസംബ്ലീസ് ഓഫ് കാനഡ PAOC എന്ന പേരിൽ ഒരു പെന്തക്കോസ്ത് സഭാവിഭാഗം രൂപം കൊണ്ടു. PAOCയോട് ചേരാതിരുന്ന സാസ്കച്ചീവൻ, ആൽബർട്ട എന്നീ സ്ഥലങ്ങളിലെ പെന്തക്കോസ്ത് സഭകൾ അമേരിക്കയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുമായി ബന്ധപ്പെട്ടു പോകുവാൻ തീരുമാനിച്ചു. പെന്തക്കോസ്റ്റൽ അസംബ്ലീസ് ഓഫ് കാനഡ ആദ്യകാലങ്ങളിൽ യേശുനാമക്കാരായിരുന്നു. എന്നാൽ 1920 യേശുനാമം എന്ന ഉപദേശം വിട്ട് തൃത്വോപദേശം അംഗീകരിക്കുവാനും അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുമായി ബന്ധപ്പെടുന്നതിനും തീരുമാനിച്ചു. 1925 വരെ അസംബ്ലീസ് ഓഫ് ഗോഡുമായി നല്ല ബന്ധത്തിൽ തുടർന്നെങ്കിലും മിഷണറി പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ നയങ്ങൾ PAOCക്കുണ്ടായിരുന്നു. G.A. ചേംബേഴ്സ്, A.G. വാർഡ്, J.C. ബാൾ, F.M. ബെൽസ്മിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ PAOC ശക്തമായി രാജ്യമാകെ വളർന്നു. 1920 പെന്തക്കോസ്തൽ ടെസ്റ്റിമണി എന്നൊരു മാസിക ആരംഭിച്ച് പെന്തക്കോസ്ത് സന്ദേശങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. കാനഡയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സമൂഹം പെന്തക്കോസ്റ്റൽ അസംബ്ലീസ് ഓഫ് കാനഡയാണ്. വേലയുടെ പുരോഗതിക്കായി ദൈവം തങ്ങൾക്ക് നൽകിയ ഭൗതിക നന്മകൾ നൽകുന്നതിൽ PAOCയിലെ വിശ്വാസികൾ ശുഷ്കാന്തിയുള്ളവരായിരുന്നു. 1925 കനേഡിയൻ പെന്തക്കോസ്തൽ ബൈബിൾ കോളേജ് ആരംഭിച്ച് സുവിശേഷകരെയും മിഷണറിമാരെയും പരിശീലിപ്പിക്കുവാൻ ഇടയായി. ഇപ്പോൾ 6 വൈദിക സ്ഥാപനങ്ങൾ ഈ സഭയ്ക്കുണ്ട്. 1994 6 ബൈബിൾ കോളേജുകൾ ഈ സഭയ്ക്കുണ്ടായിരുന്നു. പുതിയ സഭാ കൂടിവരവുകൾ ആരംഭിക്കുന്നതിന് സഭ കാര്യമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കാനഡയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭാ വിഭാഗമത്രേ പെന്തക്കോസ്റ്റൽ അസംബ്ലീസ് ഓഫ് കാനഡ. ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഓഫ് പെന്തക്കോസ്ത്, അപ്പോസ്തോലിക് ചർച്ച് തുടങ്ങിയവയും കാനഡയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് തെക്കേ അമേരിക്കയിലാണ്. കത്തോലിക്ക സഭയുടെ കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ഈ രാജ്യങ്ങളിൽ ഇന്ന് ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പെന്തക്കോസ്ത് സഭയാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.